നമസ്കാരം. അല്പം വൈകിയാണെങ്കിലും ഇന്ത്യയിലും ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ആവശ്യം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. ടാറ്റ മോട്ടോഴ്സും MG മഹീന്ദ്രയുമെല്ലാം EVകളുടെ വിപ്ലവം തീർക്കുന്നവരാണ്. പക്ഷേ പഴയ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ കാറുകൾ പൂർണ്ണമായും ഒഴിവാക്കാൻ നമ്മളിൽ പലരും ഇപ്പോഴും തയ്യാറായിട്ടില്ല. പക്ഷേ പഴയ കാറിനെ EVയിലേക്ക് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാൻ മാർഗമുണ്ടോ എന്ന് അന്വേഷിക്കുന്നവർ ഏറെയാണ്. അത്തരക്കാർക്കായി പ്രവർത്തിക്കുന്ന അനേകം വർക്ക്ഷോപ്പുകളും ഇന്ന് സജീവമാണ്. IC വാഹനങ്ങളിൽ സ്ഥാപിക്കാൻ കഴിയുന്ന കസ്റ്റം കൺവേർഷൻ കിറ്റുകൾ വികസിപ്പിച്ചെടുത്ത് വിപണനം ചെയ്യാനും സർക്കാർ ഇവർക്ക് അനുമതി കൊടുക്കാറുണ്ടെന്നതും പലർക്കും അറിയാത്ത സംഗതിയാവും. ഇന്ത്യയിൽ പഴയ IC എഞ്ചിൻ വാഹനങ്ങളെ EVയിലേക്ക് പരിവർത്തനം ചെയ്യുന്നവരിൽ പ്രമുഖരാണ് നോർത്ത് വേ മോട്ടോഴ്സ്. EV കൺവേർഷൻ കിറ്റുകളിൽ പ്രവർത്തിക്കുന്ന പൂനെ ആസ്ഥാനമായുള്ള ഒരു സ്ഥാപനമാണിത്. മുമ്പ് മാരുതി ഇഗ്നിസ് പോലുള്ള ചില മോഡലുകളുടെ EV പതിപ്പിറക്കി ഞെട്ടിച്ചിട്ടുള്ള നോർത്ത് വേ ഇപ്പോഴിതാ മാരുതി ഇക്കോ വാനിനെയും വൈദ്യുതീകരിച്ച് വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. റിട്രോഫിറ്റഡ് EV കിറ്റുള്ള മാരുതി ഇക്കോ വാൻ സിംഗിൾ ചാർജിൽ 220 കിലോമീറ്റർ വരെ റേഞ്ച് വാഗ്ദാനം ചെയ്യുമെന്നാണ് നോർത്ത് വേ മോട്ടോഴ്സ് പറയുന്നത്. വൈദ്യുതീകരിച്ച കാറിന്റെ വീഡിയോ നോർത്ത് വേ ആൻഡ് NT പവർ സിസ്റ്റംസ് അവരുടെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചിട്ടുണ്ട്. റോഡരികിൽ പാർക്ക് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് മാരുതി ഇക്കോയുടെ കാണിക്കുന്നതിലൂടെയാണ് വീഡിയോ ആരംഭിക്കുന്നത്. ആദ്യ കാഴ്ചയിൽ ഇത് പെട്രോളിൽ ഓടുന്ന ഇക്കോ തന്നെയല്ലേ എന്ന് തോന്നിയേക്കാമെങ്കിലും ഒന്ന് കുനിഞ്ഞു നോക്കിയാൽ സംഗതി വ്യക്തമാകും. കാറിന്റെ അണ്ടർ ബോഡിയിലാണ് ഇലക്ട്രിക്കിലേക്ക് പരിവർത്തനം ചെയ്തിരിക്കുന്നതിന്റെ പരിഷ്കാരങ്ങൾ കാണാനാവുന്നത്. എഞ്ചിൻ, ഗിയർ ബോക്സ്, എക്സോസ്റ്റ് അങ്ങനെ ആന്തരിക ജ്വലന എഞ്ചിനുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളും നീക്കം ചെയ്താണ് ഇക്കോയെ EV ആക്കി മാറ്റിയിരിക്കുന്നത്. ഈ ഘടകങ്ങൾ നീക്കം ചെയ്ത് കഴിഞ്ഞ് ബാറ്ററി പാക്കും ഇലക്ട്രിക് പവർ ട്രെയിനും വാഹനത്തിനടിയിലാണ് നോർത്ത് വേ സ്ഥാപിച്ചിരിക്കുന്നത്. ബാറ്ററികൾ ഫ്ലോറിനടിയിൽ സ്ഥാപിച്ചിരിക്കുന്നതിനാൽ വാഹനത്തിന്റെ ഉയരത്തിനും വ്യത്യാസങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ കാറിലെ സസ്പെൻഷൻ സജ്ജീകരണം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെന്നാണ് അനുമാനം. 22 kWh ബാറ്ററി പാക്കാണ് മാരുതി ഇക്കോയ്ക്ക് തുടിപ്പേക്കാൻ എത്തിയിട്ടുള്ളത്. ഇത് 24 bhp കരുത്തിൽ പരമാവധി 100 Nm ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഇലക്ട്രിക് മോട്ടോറുമായാണ് ജോഡിയാക്കിയിട്ടുള്ളത്. കാറിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഹൈ ഡ്യൂട്ടി സൈക്കിൾ മോട്ടോറാണ്. 22 kWh ബാറ്ററി പാക്ക് വെറും 2 മണിക്കൂറിനുള്ളിൽ 0 മുതൽ 100% വരെ ചാർജ് ചെയ്യാൻ സാധിക്കും. കാറിന്റെ ഇന്റീരിയറിൽ മാറ്റങ്ങളൊന്നും ആവശ്യമില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്തിട്ടുള്ളതിനാൽ അകത്ത് കയറിയിരിക്കുമ്പോൾ മറ്റ് നവീകരണങ്ങളൊന്നും പ്രകടമാവുകയില്ല. ഇക്കോയുടെ അകത്തളം സ്റ്റോക്ക് ലുക്കിൽ തന്നെയാണ് ഇരിക്കുന്നത്. എന്നിരുന്നാലും സാധാരണ EVകളിൽ കാണാത്തൊരു സംഗതി ഇതിലുണ്ട്. മറ്റൊന്നുമല്ല, ക്ലച്ച് പെഡലും ഗിയർ ലിവറുമാണത്. മികച്ച കാര്യക്ഷമതയ്ക്കും റേഞ്ചിനും വേണ്ടി ഡ്രൈവർക്ക് സാധാരണ മാനുവൽ ഗിയർ ബോക്സ് കാർ പോലെ ഇതിലും ഗിയർ ലിവർ ഉപയോഗിക്കാം. ഇത് യഥാർത്ഥത്തിൽ ഒരു മൾട്ടി സ്പീഡ് സെമി ഓട്ടോമാറ്റിക് സിസ്റ്റം ആണെന്നാണ് നോർത്ത് വേ പറയുന്നത്. അതായത് ഒരു ഓട്ടോമാറ്റിക് വാഹനമായും മാനുവൽ വാഹനമായും ഓടിക്കാൻ കഴിയുമെന്ന് സാരം. ഇതൊരു ഇലക്ട്രിക് വാഹനമായതിനാൽ ഇന്ധന ടാങ്കിന്റെ ആവശ്യമില്ല. അതിനാൽ ഇന്ധന ഫില്ലർ ക്യാപ്പ് ഏരിയ EVയുടെ ചാർജിംഗ് പോർട്ടാക്കി മാറ്റിയിട്ടുമുണ്ട്. കൺവേർഷൻ കിറ്റ് ഒരു പാക്കേജ് ആയിട്ടാണ് കമ്പനി വിൽക്കുന്നത്. എന്തായാലും താല്പര്യമുള്ളവർക്ക് പ്രീ ബുക്ക് ചെയ്യാനാകും. എന്നാൽ ഇലക്ട്രിക് മാരുതി ഇക്കോയുടെ ഡെലിവറി 2025 ഒക്ടോബറിൽ മാത്രമേ ആരംഭിക്കൂ എന്നാണ് വീഡിയോയിൽ പരാമർശിക്കുന്നത്. EV പരിപ്രവർത്തനത്തിന് ശേഷമുള്ള മാരുതി ഇക്കോയുടെ സർട്ടിഫൈഡ് ഡ്രൈവിംഗ് റേഞ്ച് ഏകദേശം 200 മുതൽ 220 കിലോമീറ്റർ വരെ ആയിരിക്കും. ഈ കാറിന്റെ പ്രീ ബുക്കിംഗ് ചാർജുകൾ 49,000 രൂപയാണ്. ഒരു പുതിയ ഇക്കോ ഉൾപ്പെടെ പരിവർത്തനത്തിന്റെ ആകെ ചിലവ് 9.99 ലക്ഷം രൂപയോളം വരും. വാഹനം, കൺവേർഷൻ കിറ്റ്, നികുതികൾ, ഇൻഷുറൻസ്, RTO ഫീസ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നതായിരിക്കുമെന്ന് നോർത്ത് വേ പറയുന്നുണ്ട്. ഇതൊരു റിട്രോഫിറ്റ് കിറ്റ് ആയതിനാൽ ഡോക്യുമെന്റേഷൻ നോർത്ത് വേ തന്നെ പൂർത്തിയാക്കുകയും രജിസ്ട്രേഷന് ശേഷം വാഹനം ഉപയോക്താവിന് എത്തിക്കുകയും ചെയ്യും.